വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ 1 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവൃത്തിയെ കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നതിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു. MLA ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വികസന വകുപ്പും ചേർന്ന് നടത്തുന്ന നവീകരണ പദ്ധതി നിർത്തലാക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. മഴക്കാലത്ത് ഗ്രൌണ്ടിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കളിയിടം ഉപയോഗശൂന്യമാകുന്ന പ്രശ്നം പരിഹരിക്കാനാണ് നവീകരണം ലക്ഷ്യമിടുന്നത്. ആവശ്യമായ ലൈറ്റുകൾ കൂടി സ്ഥാപിക്കുന്നതോടെ അതിരാവിലെയും രാത്രിയും ഗ്രൌണ്ട് വ്യായാമത്തിനും കായിക പ്രവർത്തനങ്ങൾക്കും ഉപയുക്തമാകും. കൂടാതെ കളിയിടത്തെ ഹെലിപാഡിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനും സഹായിക്കും. മറ്റു കായിക ഇനങ്ങൾ കൂടാതെ ക്രിക്കറ്റും ഫുട്ബോളും ഉൾപ്പെടെ വിവിധ കായിക മത്സരങ്ങളും പ്രാദേശിക തലത്തിനുപരിയായി വർദ്ധിപ്പിക്കുന്നതാണ് നവീകരണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ വികസന വിരുദ്ധ നിലപാടിനെതിരെയാണ് പ്രതിഷേധമെന്നും നേതാക്കൾ പറഞ്ഞു. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ കാലയളവിൽ ഈ ഗ്രൌണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോഴത്തെ MLAയും നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള CPIM നേതാക്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അത് തടഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഗ്രൌണ്ട് നവീകരണത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഒരു കാരണമായി പറയുന്നത്. ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച പച്ചക്കള്ളമാണ്. നിലവിലുള്ള ഗ്രൌണ്ടിന്റെ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിച്ചാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക മത്സരങ്ങൾ പോയിട്ട് സംസ്ഥാന തലത്തിലെ മത്സരങ്ങൾ പോലും നടത്താൻ കഴിയാത്ത വിധം ഗ്രൌണ്ട് ചെറുതാകുമെന്ന് ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരിയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ഗ്രൌണ്ടിൽ കായിക പ്രവർത്തനത്തിന് എത്തുന്നവരുമാണ് രംഗത്ത് വന്നത്. എന്നാൽ CPIM നേതാക്കളായ നിലവിലെ MLAയോ നഗരസഭാ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രനോ വികസന വിരുദ്ധമായ യാതൊരു നിലപാടുകളും സ്വീകരിച്ചിരുന്നില്ലെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറുമായ AD അജി, ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR അനന്തു, മേഖലാ പ്രസിഡന്റുമാരായ സുഷി ജിംസൺ, അഹമ്മദ് സിജ്ജത്ത്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം AR അജയ് രാജ്, PS സുബിലാബായി. ഇന്ന് ഞങ്ങൾ ഈ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സന്ദർശിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള സഖാവ് AD അജി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സഖാവ് MM മഹേഷ്, ഡിവൈഎഫ്ഐയുടെ ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികളുടെ ഭാരവാഹികളായിട്ടുള്ള സഖാവ് അജയ് മോഹൻ, അനന്തു, സഖാവ് സുഷി, അഹമ്മദ് സിജത്ത്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അജയ് രാജ്, സുബില തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നമ്മുടെ അഭിമാനമായ നാടിൻ്റെ പൊതു സ്വത്താണ്. ഈ ഗ്രൗണ്ട് ഉന്നതമായ നിലവാരത്തിൽ നവീകരിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി വർഷത്തിൽ മുഴുവൻ കാലഘട്ടത്തിലും 12 മാസവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നവീകരിക്കുന്ന പ്രവർത്തനത്തെ ചില ആളുകൾ, വിശിഷ്യ കോൺഗ്രസ്, എതിർക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രതികരിക്കുന്നത്. ഇവിടെ ഏറ്റവും പുതുതായിട്ട് ഉണ്ടായ സംഭവവികാസം എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വന്നുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി. വടക്കാഞ്ചേരിയുടെ ബഹുമാനായ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി MLA LDF സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം പ്രപ്പോസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അത് നേടിയെടുക്കുകയും 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും 50 ലക്ഷം രൂപ കായിക വകുപ്പ് അനുവദിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്താൽ അത് ഗ്രൗണ്ടിൻ്റെ ഭാവി വികസനത്തെ തടസ്സപ്പെടും എന്നുള്ളതിന് വേണ്ടി വിപുലമായ യോഗം
ജനപ്രതിനിധികളുടെ, പൊതുജനങ്ങളുടെ, സമീപവാസികളുടെ, ക്ലബ്ബ് ഭാരവാഹികളുടെയൊക്കെ യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്തുകൊണ്ടാണ് അത് തയ്യാറാക്കിയത്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും ഒരു ഉദ്ഘാടനത്തോടു കൂടി തുടങ്ങിയതല്ല. അതിന് പിന്നിൽ ഒരു വർഷത്തെങ്കിലും ഒരു സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ചർച്ചകൾക്കും കാര്യങ്ങൾക്കുമായിട്ട്. എന്നാൽ ആ ഒരു ഘട്ടത്തിലും അഭിപ്രായങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വിളിച്ച ഒരു ഘട്ടത്തിലും അഭിപ്രായങ്ങൾ ഉന്നയിക്കാത്ത ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടന്നപ്പോൾ ഈ കാര്യം ഉന്നയിക്കുന്നത്, തടസ്സം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. ചില ആളുകൾ, കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത്, പണ്ട് മുൻ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഫണ്ട് അനുവദിച്ചതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഫണ്ട് അനുവദിക്കുകയും ആ പ്രവർത്തനം, വികസന പ്രവർത്തനം നടക്കാതെ പോവുകയുണ്ടായി. അതിന് കാരണം ഇപ്പോഴത്തെ MLA-യും ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ PN സുരേന്ദ്രനും CPIM-ഉം DYFI-യും എല്ലാമാണ് അന്ന് അത് തടഞ്ഞത് എന്നുള്ള ഒരു വ്യാജ പ്രചരണം, ഒരു ഇല്ലാക്കഥ പ്രചരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വികസന പ്രവർത്തനം, പൊതുവായിട്ടുള്ളൊരു വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള സമീപനം ഒരു കാലത്തും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. DYFI-യും സ്വീകരിച്ചിട്ടില്ല, ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്രവാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രചരണമോ ലഭ്യമാക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ പ്രചരണം നടത്തുന്നവർ തയ്യാറാകണം. സർക്കാരിൻ്റെ ഒരു പദ്ധതി മന്ത്രി നേരിട്ട് ഫണ്ട് വെച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആളുകൾ അത് തടഞ്ഞതുകൊണ്ട് അത് നടപ്പിലാവാതെ പോയി എന്ന് പ്രചരിപ്പിക്കുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള വ്യാജ പ്രചരണത്തെ തിരിച്ചറിയണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഗ്രൗണ്ടിലൊരു സ്റ്റേഡിയം നിർമ്മിക്കുക, അല്ലെങ്കിൽ അതിന്റെ മറ്റ് അതിർത്തി നിർണ്ണയിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതിനെതിരായിട്ടുള്ള ഒരു വികാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം സ്റ്റേഡിയം ഇപ്പോൾ നിലവിലുള്ള ഈ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തുടർന്ന് തുടർന്ന് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന മത്സരങ്ങൾ, ഉയർന്ന ലെവലിലുള്ള മത്സരങ്ങൾ നടത്തുന്നതിന് ഉള്ള സ്ഥലപരിമിതി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉന്നയിച്ചവരും പിന്നെ വ്യത്യസ്ത സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുമൊക്കെ അന്ന് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ DYFI തടഞ്ഞു എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. കായിക വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായ സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം, നിരവധിയായ കായിക താരങ്ങളെ വളർത്തിയെടുത്ത ഒരു മണ്ണാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി കേരള ടീമിൽ ഉൾപ്പെട്ട സുജിത് അപ്പുട ഈ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ റിസർവ് ടീം അംഗം രോഹിത് കളിച്ചു വളർന്നതും ക്യാമ്പ് ചെയ്തതും ഈ ഗ്രൗണ്ടിലാണ്. അങ്ങനെ നിരവധിയായ കായിക താരങ്ങളെ വളർത്തിയെടുത്ത നാടാണ് വടക്കാഞ്ചേരി. അപ്പോൾ അവിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടനവധിയായ കായിക പ്രതിഭകളെ വളരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വടക്കാഞ്ചേരിയുടെ ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മാസവും കായികമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ഈ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തെ, കായിക പ്രേമികളെ, കായിക താരങ്ങളൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന നയസമീപനമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായി DYFI അവരുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതിന്റെ വസ്തുതകൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ